ക്രോഷ്യേൻ്റെ ബേസിക് ക്ലാസ്സിൽ ഇന്നത്തേത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടാം. ഞാനൊരു റഫ് നമ്പറാണ് ഇടുന്നത്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ഇടേണ്ടത്. ചെയിൻ സ്റ്റിച്ച് കൈ പിടിക്കേണ്ടത്, ഹുക്ക് എങ്ങനെ പിടിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത്ര ഇട്ടു. ഇനി ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അതിനായിട്ട് ഒരു എക്സ്ട്രാ 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇടുക. എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തേലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ 1 2 3 വിട്ടിട്ട് 4ാമത്തേലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. തുടങ്ങാം. യാൺ ഓവർ ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചൂണ്ടുവിരലുകൊണ്ട് ആ യാണിനെ ഇങ്ങനെ പിടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഏത് സ്റ്റിച്ചിലേക്കാണോ ഇടേണ്ടത് അവിടെ മോതിരവിരൽ കൊണ്ട് അതിൻ്റെ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് ആ യാണിനെ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. അവിടുന്ന് വലിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ ഹുക്ക് പൊന്തിക്കുക. ഹുക്ക് ഉയർത്തിയതിൻ്റെ ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക. എന്നിട്ട് ആ എടുത്ത പാടെ തന്നെ വീണ്ടും ഹുക്ക് ഉയർത്തുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് വലിക്കുക കേട്ടോ, ഒരു സ്പേസിന് വേണ്ടിയിട്ട്. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 2ാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. വീണ്ടും യാൺ ഓവർ ചെയ്തു, അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അടുത്ത സ്റ്റിച്ച് എത്തുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ മോതിരവിരൽ വെക്കുക, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഹുക്കയിലൂടെ എടുത്ത് ഉയർത്തി വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു, വീണ്ടും ഹുക്ക് ഉയർത്തി യാൺ ഓവർ ചെയ്തു, അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുത്തു. ടൈറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഒന്ന് ലൂസായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ചെയ്ത് പഠിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടിട്ടൊന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആവാൻ പോവാണ്. ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്കും കൂടെ ചെയ്യട്ടെ. 6 റോ കംപ്ലീറ്റ് ആയി. ഇനി ഇങ്ങോട്ടാണ്, വലതുവശത്തോട്ടാണ് ചെയ്ത് വരേണ്ടത്. ഇങ്ങനെയാണ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ റൗണ്ടിലായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പോകാനായിരിക്കും. അപ്പോൾ ആണെങ്കിൽ ഒരു 3 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ടിട്ട് തിരിച്ച് പിടിക്കുക. എന്നിട്ട് വീണ്ടും ഇതൊക്കെയാണ് സ്റ്റിച്ചസ് വരുന്നത്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ചെയ്യേണ്ടത്. കാണിക്കാം. ഇതൊന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രാവശ്യം, ഇത് 2ാമത്തെ സ്റ്റിച്ച്, ഇത് 3ാമത്തെ. അപ്പോൾ ഇതിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇനി ഈ റോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ വലിച്ചാൽ തന്നെ ഒരു ഹോളായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇടേണ്ടത്. ഇനി ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് ഇത് ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ നമുക്ക് സ്പീഡാവും, കൈ വഴങ്ങും. പിന്നെ നമുക്ക് ഇതന്നെ നോക്കിക്കൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് TV കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് സ്പീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യം വരില്ല. ഭയങ്കര ഈസിയാണ്. ഈ കാണുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ക്യാമറയിൽ എടുക്കുന്നതും കൊണ്ട്, ഫോണിൽ വീഡിയോ എടുക്കുന്നതും കൊണ്ടുള്ളൊരു ഇതും കൂടെയാണ് അത്. അല്ലാതെ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാക്കിയുള്ള സ്റ്റിച്ചിലും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ 2 റോ കംപ്ലീറ്റ് ആയി. കട്ട് ചെയ്ത് ജസ്റ്റ് വലിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് ഭാഗമാണോ, ഇതിലിപ്പോൾ ഒരു വശം നല്ലതായിട്ടും ഒരു വശം ചീത്തയായിട്ടുമായിട്ടാണ് കാണുന്നത്. അപ്പം അത് അല്ലാതെ നല്ല വശം മാത്രമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ബാക്കി വന്ന യാണ് ഇങ്ങനെ ഹൈഡ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ക്രോഷ്യ വർക്കൊക്കെ ചെയ്യാനും കാണാനും ഇഷ്ടമുള്ളവർ ചാനൽ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.